അമ്മേ ശരണം ദേവി ശരണം, അമ്മേ ശരണം ദേവി ശരണം. കുംഭാഭിഷേകത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇതാ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർ ഫിനിഷിങ് സ്റ്റേജാണ്. ഇപ്പോൾ അതാ മേൽക്കൂര, മുഖമണ്ഡപം, ആനപ്പന്തി അതിൻ്റെ ഫിനിഷിങ് വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതപ്പോൾ വടക്കേ നടയിലാണ്. അതേമാതിരി തന്നെ ധ്വജസ്തംഭത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നില, അവിടെ മുകളിൽ കയറാനുള്ള നിലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ധ്വജസ്തംഭം. ധ്വജസ്തംഭത്തേക്ക് വേണ്ട അഭിഷേകത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ തന്നെ ഭഗവതിയുടെ വലിയ ബൽക്കലി പുര, അതിലെയും പണി ഇതാ അടിഭാഗമായി അതിൽ ഓരോരോ ഭാഗങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മനോഹരമായിട്ട് കവാടം ഇങ്ങനെ കവറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിച്ചള പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കവാടമാണ്. അങ്ങനെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസത്തെ ഇടയുള്ളൂ. 26-ാം തീയതിക്ക് ഇന്നേക്ക് 6 ആയി. അതേമാതിരി തന്നെ നമ്മുടെ ഇതാ കല്ല് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മണിക്കിണർ ഇതാ അതിൻ്റെ പെയിൻറ്റിങ് വർക്ക്സും മറ്റേ ബാക്കിയുള്ളൂ. നടപ്പന്തലിൽ കല്ല് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കല്ല് പതിക്കലിൻ്റെ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ സ്റ്റേജ് വലുതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് ഉടനെ തന്നെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിനും മറ്റുമായിട്ട്. ഇപ്പോൾ ഞാൻ തെക്കേ നട എത്താറായി. തെക്കേ നടയിൽ ഒരു ഭാഗം കല്ല് പതിച്ചായിട്ടില്ല. അണ്ടർ ഫിനിഷിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോരാളും അതിമനോഹരമായിട്ട് അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ തെക്കേ നട എത്തി. തെക്കേ നടയിലുള്ള വാതിലാണിത്. അതും കവറിങ് ഏകദേശം ആയിക്കഴിഞ്ഞു. നമ്മുടെ പിച്ചള കവറിങ് ആയിക്കഴിഞ്ഞു. അങ്ങനെ ഓരോരോ ഭാഗങ്ങളും വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോൾ ഭാഗം. അതിമനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ തെക്ക് ഭാഗത്ത് മുകളിൽ 2-3 റൂമുകൾ, അതിൻ്റെ അന്നദാനപ്പുരയുടെ തൊട്ട് മുകളിലായിട്ടും വർക്കുകൾ, റൂഫ് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിനി ഓടുമേയിൽ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ വെള്ളം പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് വെള്ളം പോകാനുള്ള സൗകര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിലേക്ക് വേണ്ടി ചാല് കയറി പ്രത്യേകം വെള്ളം പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പടിഞ്ഞാറേ നട എത്തി. പടിഞ്ഞാറ് നടയിൽ ഇതാ റൂഫ് വർക്കൊക്കെ ഈ ഭാഗത്തെ കഴിഞ്ഞു. ഇനി ഫ്രണ്ട് സൈഡ് മാത്രമേ കുറച്ച് ബാക്കി ഉള്ളൂ. ഓടുമേയിലും കുറച്ച് ഡ്രസ്സ് വർക്കും ബാക്കിയിട്ടുണ്ട്. അതേമാതിരി ഇതാണ് നമ്മുടെ ധ്വജസ്തംഭത്തിക്ക് കയറാനുള്ള സൗകര്യം. അപ്പോൾ പ്രിയ ഭക്തജനങ്ങളെ, നമ്മുടെ അനുഗ്രഹം കൊണ്ട് ഏകദേശം പരിപാടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് റിനോവേഷൻ എന്നുള്ള അർത്ഥത്തിലേക്ക് എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്രമേ കഴിയുള്ളൂ. കുംഭാഭിഷേകത്തിന് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അവസരമാണത്. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എപ്പോൾ കുംഭാഭിഷേകം വരും എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ അത്രയും മനോഹരമായിട്ടാണ് ഇപ്പോൾ തന്നെ എല്ലാം നമ്മൾ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇതാ വീണ്ടും വടക്കേ നട എത്തി. എല്ലാവർക്കും ഒന്ന് തൊഴുക. അമ്മേ ശരണം, ദേവീ ശരണം.